കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് വി.ഡി. സതീശൻ അധികാരമേറ്റു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വി.ഡി. സതീശന് പുറമെ 21 അംഗ മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാൻ അനന്തപുരിയിൽ ജനസാഗരമിരമ്പി. 2 പേർ മാത്രമാണ് സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന പേരിലാണ് മുഖ്യമന്ത്രി സത്യവാചകം ചൊല്ലിയത്. കെ. മുരളീധരൻ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിസഭയിൽ കോൺഗ്രസിന് 12 മന്ത്രിമാർ, ലീഗിന് 5 മന്ത്രിമാർ, 14 പുതുമുഖങ്ങൾ, 2 വനിതാ മന്ത്രിമാർ എന്നിവരാണുള്ളത്. പതിറ്റാണ്ടിന് ശേഷം UDF അധികാരത്തിലെത്തുന്നത് കാണാൻ സംസ്ഥാനത്തിന്റെ നാനായിടങ്ങളിൽ നിന്നും നേതാക്കളും അണികളും എത്തി. MLA-മാർക്കും പ്രമുഖ പാർട്ടി നേതാക്കൾക്കും പോലും വേദിയിൽ ഇരിപ്പിടം കിട്ടിയില്ല. VIP-കൾക്കായി പ്രത്യേകം തരംതിരിച്ച മുൻനിരകളിലേക്ക് പ്രവർത്തകർ കൂട്ടത്തോടെ ഇരച്ചുകയറി ഇരിപ്പിടങ്ങൾ കൈക്കലാക്കി. UDF മന്ത്രിസഭയിൽ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തത് RSPയുടെ ഷിബു ബേബി ജോണും CMPയുടെ CP ജോണുമാണ്. മറ്റു മന്ത്രിമാരെല്ലാം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ പ്രവേശിച്ചത്. വേദിയിൽ ശ്രദ്ധേയരായി പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷനും MLA-യുമായ രാജീവ് ചന്ദ്രശേഖർ, CPI സംസ്ഥാന അധ്യക്ഷൻ ബിനോയ് വിശ്വം, വിവിധ ക്രൈസ്തവ സഭാപ്രതിനിധികൾ എന്നിവർ വേദിയിലെത്തി. കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളെല്ലാം വേദിയിൽ സന്നിഹിതരായിരുന്നു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി MP, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിങ്ങനെ നേതാക്കളാൽ സമ്പന്നമായിരുന്നു വേദി. സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റതിന് ശേഷം കൂടിയ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ജനപ്രിയ തീരുമാനങ്ങളുമായാണ് വി.ഡി. സതീശൻ സർക്കാർ മുന്നേറുന്നത്. KSRTCയിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ആശമാരുടെ ഓണറേറിയം 3000 രൂപ കൂട്ടി, അങ്കണവാടി ടീച്ചർമാരുടെ വേതനം 1000 രൂപ കൂട്ടി, പാചക തൊഴിലാളികളുടെ വേതനം 1000 രൂപ കൂട്ടി, വയോജന വകുപ്പ് രൂപീകരിക്കും എന്നിങ്ങനെയുള്ള വിവിധ തീരുമാനങ്ങൾ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തന്നെ എടുത്തു എന്നത് ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.